5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പിണറായിയുടെ പോലീസ് ഇതൊരു ജെന്റിൽമാൻഷിപ്പ് അല്ല, ഇത് ശരിയായില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷേ ചില കാര്യങ്ങൾ ശരിയല്ല. താങ്കൾ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. 2018 പിന്നെ ശബരിമല ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സമരത്തിൽ മാന്നാർ വെച്ച് നടന്ന ഒരു കാർ ആക്രമണ കേസിൽ ഒ രാജഗോപാലിനെയും ഗോവ ഗവർണർ ശ്രീധരൻപിള്ള അവർകളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അല്ല, ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ കാലഘട്ടത്തിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ കേസിലൊക്കെ പെടും. സുരേന്ദ്രൻ്റെ പേരിൽ കേസ് വന്നു, വലിയ കേസുകളൊക്കെ പെടും. പക്ഷേ ഒ രാജഗോപാൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, വളരെ സീനിയറായിട്ട് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. അച്യുതാനന്ദനെ പോലെ വളരെ സീനിയറായിട്ടുള്ള പ്രായം കൊണ്ട് 96 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം വളരെ വിനയത്തിൻ്റെ വലിയ മൂർത്തിഭാവമാണ്. ഞാൻ അദ്ദേഹം പങ്കെടുക്കുന്ന നിരവധി പരിപാടികളിൽ മന്ത്രി എന്നുള്ള നിലയിലും അല്ലാതെയൊക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. എത്ര വിനയമുള്ള മനുഷ്യനാണ്. നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എത്ര ചെറുപ്പക്കാരായാൽ പോലും അദ്ദേഹം എണീറ്റ് നിൽക്കുന്ന പോലും പലരെ മുന്നിലും എണീറ്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും വിനയമുള്ള 96 വയസ്സുള്ള ഒരു 8 വർഷം കഴിയുമ്പോൾ 10-85 വയസ്സുള്ള ഒരാൾ കാർ അടിച്ച് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് എടുക്കുന്നത് ഒരു 1.5 കേസായിപ്പോയി. ആരാണ് DGP ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഏത് പോലീസാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്? ഈ രണ്ടുപേരും. എന്നിട്ടും വേറെ തമാശ എന്താണെന്നറിയാമോ? കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിലാണ്. ഒ രാജഗോപാലിനെ കണ്ടാൽ അറിയാവുന്ന ആളാണോ? അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു. കേരളത്തിന് എന്തുമാത്രം റെയിൽവേ കാര്യങ്ങൾ ചെയ്തു തന്ന ആളാണ്. അതുമാത്രമല്ല, അദ്ദേഹം നേമത്ത് നിന്ന് MLA ആയിരുന്ന ആളാണ്. എല്ലാവർക്കും കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സകലമാണ് കൊച്ചുകുട്ടി പരാധീനങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഒ രാജഗോപാൽ അദ്ദേഹം BJP ആണോ അല്ലേ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. അദ്ദേഹം BJP ആയതുകൊണ്ട് അദ്ദേഹത്തിന് എതിർക്കണം, അങ്ങനെയൊന്നും തീരുമാനിക്കരുത്. നമ്മളൊരു രാഷ്ട്രീയത്തിൽ ഒരു നൈതികതയുണ്ട്, ഒരു ജെന്റിൽമാൻഷിപ്പ് ഉണ്ട്. കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ, മോഷണ കുറ്റമൊന്നും അല്ലല്ലോ. അപ്പോൾ കണ്ടാൽ അറിയാവുന്നുള്ള, നേരിട്ട് ഇടപെട്ടുള്ള 4 പേരിൽ കേസെടുത്തു, ഓക്കെ, കാർ അടിച്ച് പൊളിച്ചെന്ന് പറയുന്നു. ഇനി കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിലാണ് ശ്രീധരൻപിള്ളയെയും പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് നമ്മുടെ ഒ രാജഗോപാൽ സാറിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയായില്ല. ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ആ കേസ് പിൻവലിക്കാൻ തയ്യാറാവണം. അത് വളരെ മോശപ്പെട്ടൊരു ഏർപ്പാടായിപ്പോയി. കാരണം രാജഗോപാലിനെ പോലുള്ള ഒരാൾ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ, വളരെ വിനയാന്വിതനായി ജീവിക്കുന്ന ഒരാൾ, രാഷ്ട്രീയത്തിലെ ഏത് പാർട്ടി രാഷ്ട്രീയ നേതാവിനും കണ്ടുപഠിക്കാൻ കഴിയുന്ന, അഴിമതിയില്ലാത്ത, വളരെ എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുന്ന അദ്ദേഹം 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു കാർ അടിച്ച് പൊളിച്ചു എന്നൊക്കെ ഉള്ള കേസിൽ കണ്ടാലറിയാവുന്നവരുടെ കൂട്ടത്തിൽ രാജഗോപാലിനെ കൂടെ ഉൾപ്പെടുത്തിയത്, ഒ രാജഗോപാലിനെ ഉൾപ്പെടുത്തിയത് ഒരു 1.5 പരിപാടിയായിപ്പോയി. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല. അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതാണ്. അതുപോലെ ഗോവ ഗവർണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ഒരുപാട് പ്രോട്ടോക്കോളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഗവർണർ കാലം കഴിഞ്ഞാൽ മുൻ ഗവർണറാണ്. അപ്പോൾ പെട്ടെന്ന് അത് പറ്റുന്നതല്ല. ശ്രീധരൻപിള്ളയുടെ പേരിൽ അത് പറ്റുന്നതല്ല. പക്ഷേ എങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാന്നാർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് 2 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതും ശുദ്ധമായ അസംബന്ധവും തെമ്മാടിത്തരവും തോന്നിവാസവുമാണ്. എന്നാൽ രാജഗോപാൽ സാറിൻ്റെ പേരിലുള്ളത് ഒന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം കുറവ്, നിങ്ങൾ കാണുന്ന കുറവ് അദ്ദേഹം BJP ആയതായിരിക്കാം, ബാക്കി അല്ലെങ്കിൽ സംഘപ്രവർത്തകനായതായിരിക്കാം. അതൊരു കുറവല്ലല്ലോ. ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി BJP, പ്രസിഡന്റ് BJP, വൈസ് പ്രസിഡന്റ്, രാജ്യത്തിലെ മന്ത്രിമാർ, 10-20 സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ, അങ്ങനെ വലിയ ഒരു സന്നാഹമുള്ള BJP പാർട്ടി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി BJP, വലിയ സന്നാഹമുള്ള ഒരു BJPയുടെ പാർട്ടിയുടെയോ സംഘ പാർട്ടിയുടെയും നേതാവായിട്ടുള്ള. അതുകൊണ്ട് ആ ഒരു പാർട്ടിയായിപ്പോയി എന്നും അതൊരു തീവ്രവാദി സംഘടനയൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തീവ്രവാദി സംഘടനയുടെ നേതാവാണ്, പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിന് ബന്ധം കാണും, ചിലപ്പോൾ ആഹ്വാനം ചെയ്ത് കാണും, അല്ലെങ്കിൽ പറഞ്ഞു കാണും, അല്ലെങ്കിൽ പ്രേരിപ്പിച്ച് കാണും എന്നൊക്കെ പറഞ്ഞെടുക്കാം. ഇത് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തതായിട്ടാണ്, പ്രേരണ കുറ്റം പോലുമല്ല, അവിടെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തതായിട്ട് കേസെടുത്തിരിക്കുന്നു. ആ കേസ് ഒരു സുഖമുള്ള കേസല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും കേൾക്കാൻ പറ്റും. തെറ്റ് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷേ കേസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പൊതു താല്പര്യത്തിന് വേണ്ടി കേസെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആചാര സംരക്ഷണത്തിന് വേണ്ടി നടന്ന ഒരുപാട് ആളുകളുണ്ട്. രാഹുൽ ഈശ്വർ, അതുപോലെ ഹിന്ദു ഐക്യവേദി, ശശികല ടീച്ചർ, RV ബാബു, ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അവരൊക്കെ ഇപ്പോൾ അതിൻ്റെ പിറകിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പരസ്യമായി എന്തായാലും രംഗത്തില്ല. പിറകിൽ ചിലപ്പോൾ കേസ് പറയാൻ സഹായിക്കുമായിരിക്കും, പണം കൊടുക്കാൻ. പരസ്യമായ രംഗത്തില്ല. എത്ര ചെറുപ്പക്കാരെ പേരിലാണ് കേസെടുത്തത്? ആ മുഴുവൻ കേസും ഒന്നിച്ച് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭവും നടക്കുന്നില്ലല്ലോ, ഒരു സംരക്ഷണ റാലിയും കാണുന്നില്ലല്ലോ. ഹിന്ദുക്കൾ എവിടെയാണ്? നിങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തിലാണെന്നെങ്കിൽ ഇങ്ങനെ മാസമായിട്ട് കേസെടുത്താൽ ആ കേസ് എഴുതി തള്ളുവാനായിട്ട്, പ്രത്യേകിച്ച് ഒരു പൊതു താല്പര്യ കേസുകളാണ്. ഇതൊന്നും ആരുടെയും വീട്ടിൽ കയറി കൊലപാതകം ചെയ്തതല്ല, കുത്തിക്കൊന്നതല്ല, റേപ്പ് കേസല്ല, ഒന്നുമല്ല. ഒരു ആചാര സംരക്ഷണത്തിന് വേണ്ടി പൊതുജനങ്ങൾ ചെയ്ത പൊതു കേസുകളാണ്. ആ പൊതു കേസുകളെ മൊത്തത്തിൽ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടൊരു സമരം
നടക്കുന്നില്ല, ഒരു പ്രക്ഷോഭം നടക്കുന്നില്ല എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഹിന്ദുവിൻ്റെ പുറത്തായതുകൊണ്ടാണോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. തീർച്ചയായും BJP ആയാലും RSS ആയാലും ഹിന്ദു ഐക്യവേദിയുടെ സംഘടനകളായാലും രാഹുൽ ഈശ്വറിനെ പോലെ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കിയ വ്യക്തികളായാലും മറ്റൊരുപാട് കാര്യങ്ങൾക്ക് പുറകെ നടക്കാതെ ഇത് ഗൗരവമായി എടുക്കണം. ഈ കേസുകൾ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. അതിനിടയിലാണ് രാജഗോപാലിനെ പോലെയുള്ള ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് എതിരെ ഇങ്ങനൊരു കേസ് വന്നിട്ടുള്ളത്. അത് അപലപനീയമാണ്, തിരുത്തേണ്ടതാണ്.